ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് തക്കാളി കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഒരു കേർഡ് റൈസും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ അടിപൊളി ഐറ്റം എന്ന് പറയുന്നത് കന്നഡ വിഭവമാണ്. കന്നഡക്കാരുടെ ഒരു പ്രത്യേക ഒരു കറിയാണിത്. ഇതിന് തക്കാളി ഗുജ്ജു എന്നാണ് പറയുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് കേർഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ മൊരിഞ്ഞ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം. അപ്പോൾ ഈ തക്കാളി ഗുജ്ജു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, ചെറിയ ജീരകം കേട്ടോ. അപ്പോൾ ഉലുവ കൂടാൻ പാടില്ല, 1/2 സ്പൂൺ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. ഈ ഒരു രീതിയിൽ കണ്ടല്ലോ, നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ അളവിലുള്ള കശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എരിവ് അധികം ഇല്ലാത്ത കറിയാണിത്, അതുകൊണ്ടാണ് കശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 15 അല്ലി വെളുത്തുള്ളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി തക്കാളി എടുത്തിരിക്കുന്നത് ഒരു 6 തക്കാളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, അപ്പോൾ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പം ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതായത് ഈ തക്കാളിയിൽ നിറയെ വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ അധികം ഒട്ടും വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെന്താൽ മതി. അപ്പോഴേക്കും ഈ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇത് കണ്ടല്ലോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരുപാട് പേസ്റ്റായിട്ടൊന്നും അരയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ ക്രഷ് ചെയ്ത് നമുക്ക് എടുത്താൽ മതി. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ തക്കാളി വേവിച്ച പാൻ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ ഞാനൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയായാലും ഒഴിക്കാം. അപ്പോൾ ആ എണ്ണ ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ അരയ്ക്കാനെടുത്ത പോലെ തന്നെ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ ഇതുപോലെ എടുക്കുക, എങ്കിലാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ വീഡിയോ അടുപ്പിച്ച് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതീയിൽ വെച്ച് കൈയെളുക്കാതെ ഇളക്കണം. അപ്പോഴാണ് ഇത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ തക്കാളി വേവാൻ മാത്രമുള്ള ഉപ്പല്ലേ ചേർത്തുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് ഒരല്പം കായപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല, അപ്പം നിങ്ങളതും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. ഒരല്പം പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട, ഒരല്പം ചേർത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ശർക്കരപ്പൊടിയാണ്. ഞാനതൊരു 2 സ്പൂൺ ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനാണ് നമ്മൾ ശർക്കരപ്പൊടി ചേർക്കുന്നത്. കണ്ടോ, ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് കേർഡ് റൈസ് ഉണ്ടാക്കാം. അത് ഞാൻ 3/4 കപ്പ് പൊന്നിയരിയുടെ ചോറാണ് ഞാൻ എടുത്ത് ഇത് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് അളവിലുള്ള നല്ല
കട്ടിയായിട്ടുള്ള പുളി ഒട്ടും ഇല്ലാത്ത തൈരാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഈ പൊന്നിയരിയുടെ ചോറാണെങ്കിലും നന്നായിട്ട് വെന്തതുമാണ്. അതുപോലെ തന്നെ ഇതൊന്ന് കുഴഞ്ഞിരിക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് വേവിച്ച് എടുക്കാനായിട്ട്. ഉടച്ചെടുക്കുമ്പോൾ തന്നെ അങ്ങനെ ആവും. എന്നാലും കുറച്ച് വെള്ളത്തോടു കൂടി നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കുറുകിയൊരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടെ നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു പാന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ചോപ്പ് ചെയ്ത ഇഞ്ചിയൊക്കെ നമുക്ക് ഡയറക്റ്റ്, അതായത് ഈ കർഡ് റൈസിൽ ചേർക്കാം. പക്ഷേ ആ ഒരു പച്ചക്കടി വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി മൂത്ത് വരുമ്പോൾ കടലപ്പരിപ്പ് 1/2 സ്പൂൺ ചേർക്കാം. കൂടെ തന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും കൂടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അത് എല്ലാം കൂടെ ഈ കർഡ് റൈസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കർഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ തക്കാളി ഗുജ്ജുവും കർഡ് റൈസും. കൂടെ ഞാൻ ഒരു പപ്പടവും കൂടെ കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു കർഡ് റൈസും തക്കാളി ഗുജ്ജുമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.